ഇപ്പോൾ ഒരാൾ പോലും നിങ്ങളുടെ ടീമിൽ വന്നിട്ടില്ലാത്ത ഒരാളാണേലും നമ്മൾ ലീഡർഷിപ്പ് ഏറ്റെടുക്കുക, ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ മുതലാണ് ഒരു ടീം എന്ന് വിളിച്ചു തുടങ്ങുന്നത്. എന്താണ് ഒരു ടീമും ഒരു ഗ്രൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എന്തിനാണ് ടീമെന്ന് വിളിക്കുന്നതാണ്, ഗ്രൂപ്പ് എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻസ് എന്താണ്? ടീമും ഗ്രൂപ്പും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കുറേ ആൾക്കാർ നടക്കുന്ന കാണാൻ പറ്റും. ഇതിനൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയാൻ പറ്റും. കുറേ ആൾക്കൂട്ടം മാത്രമാണ് അവിടെ. അതിനെ ഒരു ടീമെന്ന് ഒരിക്കലും വിളിക്കില്ല. ആൾക്കൂട്ടത്തിനെ ഒരിക്കലും ടീമെന്ന് വിളിക്കത്തില്ല. അത് ആൾക്കൂട്ടം മാത്രമാണ്, ജനക്കൂട്ടം മാത്രം എന്ന് പറയും. അതിന് ടീമെന്ന് വിളിക്കാൻ പറ്റില്ല. ഉത്സവപ്പറമ്പിലൊക്കെ നമ്മൾ പള്ളി പെരുന്നാളിലും ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് അതിനൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നേ പറയുള്ളൂ, ഒരിക്കലും ടീമെന്ന് പറയില്ല. ഒരു ടീമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് വേണ്ടത്? ഒരു ടീമാകുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് അതിനൊരു ലീഡർ ഉണ്ടാവണം. ഒരു ലീഡർ വരുമ്പോഴാണ് ആദ്യമായിട്ട് അതിനെ ടീം എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഒരു ലീഡർ ഉണ്ടാവണം. അതാണ് ലീഡർ. ഒരാൾ, അതായത് നിങ്ങൾ വന്നിട്ടുള്ള ഒരാൾ, ഇന്നിപ്പോൾ ഒരാൾ പോലും നിങ്ങളുടെ ടീമിൽ വന്നിട്ടില്ലാത്ത ഒരാളാണേലും നമ്മൾ ലീഡർഷിപ്പ് ഏറ്റെടുക്കുക, ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ മുതലാണ് ഒരു ടീം എന്ന് വിളിച്ചു തുടങ്ങുന്നത്.